എക്സാമിലെ ചോദ്യമാണ് നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക എന്ന്. അങ്ങനെ അവന്റെ 3 ആഗ്രഹങ്ങളാണ്: 1 ഗെറ്റ് എ ഗേൾ ഫ്രണ്ട്, ഒരു ഗേൾ ഫ്രണ്ടിനെ വേണം. 2 കിസ് ഹെർ, ഗേൾ ഫ്രണ്ടിനെ കിസ് ചെയ്യണം. 3-മത്തേത് ലോകം തന്നെ ഭരിക്കണം. ഇവൻ ആരുടെ റോക്കി ഭായിയോ? അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 10ബിയിൽ പഠിക്കുന്ന നവാസ് പിടിയുടെ ഉത്തരപേപ്പറാണ്. ചോദ്യം: അമീബ എങ്ങനെയാണ് ഇര പിടിക്കുന്നത് എന്നാണ്. ബേസിക്കലി ഒരു ഏകകോശ സൂക്ഷ്മജീവിയാണ് ഈ അമീബ. ശരീരഭാഗങ്ങൾ കൊണ്ട് ആഹാരവസ്തുവിനെ പൊതിഞ്ഞിട്ടാണ് അത് ഇര പിടിക്കുന്നത്. പക്ഷേ നവാസ് ആള് അടിപൊളി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അതുകൊണ്ട് നവാസ് എഴുതിയത് നോക്കൂ. അർദ്ധരാത്രി, ക്ലോക്കിൽ മണി 6 അടിച്ചു. ഏത് ഗ്രഹത്തിലെ കാര്യമാണ് പറയുന്നത് എന്നറിയില്ല, കാരണം ഭൂമിയിൽ എന്തായാലും അർദ്ധരാത്രിക്ക് 6 മണിയല്ല. എന്നാൽ അതൊക്കെ വെറും തുടക്കം മാത്രം. അർദ്ധരാത്രി, ക്ലോക്കിൽ മണി 6 അടിച്ചു. 2 കുതിരകൾ ഹോൺ മുഴക്കി റോഡിലൂടെ ചീറിപ്പാഞ്ഞു. അമീബ വീടിന്റെ മുന്നിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. വീട്ടിൽ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കവയ്യാതെ അമീബ സഞ്ചിയും എടുത്ത് പുറത്തേക്കിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് കുറ്റിക്കാട്ടിലൊരനക്കം. അമീബ പതുങ്ങി. പിന്നെ തക്കം പാർത്തിരുന്ന് ഇരയുടെ മുകളിലേക്ക് ഒറ്റച്ചാട്ടം. ഇരയെ സഞ്ചിയിലാക്കി ഒരു മൂളിപ്പാട്ടും പാടി അമീബ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാം എത്രത്തോളം കഴിവുറ്റ ഒരു തിരക്കഥാകൃത്താണ് നവാസ് എന്ന്. കാരണം അർദ്ധരാത്രിയാകുമ്പോൾ 6 മണിയാകുന്ന ലോകം, അത് ഏത് ലോകമാണെന്നറിയില്ല, എന്തായാലും ഭൂമിയല്ല. പിന്നെ ഹോണുകളുള്ള കുതിരകൾ, സഞ്ചിയും തൂക്കി പോകുന്ന ഒരു ഏകകോശ ജീവി. എനിക്ക് തോന്നുന്നത് ഇതൊരു സയൻസ് ഫിക്ഷൻ ഫാന്റസി മൂവി ആക്കാനുള്ള തിരക്കഥ ഉണ്ട് എന്നാണ്. പിന്നെ ടീച്ചർക്ക് കലാബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം 0 മാർക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. എന്നാൽ നവാസിന്റെ കളികൾ അവിടെ കഴിഞ്ഞിട്ടില്ല. അടുത്തത് നോക്കാം. മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. നവാസിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. 4 വരികളിൽ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നവാസ് എന്തായാലും കൃത്യമായിട്ട് 4 വരിയിൽ വിശാലമായി എഴുതിയിട്ടുണ്ട്. ചറപ്പറ 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 എന്ന്. അല്ല, സംഭവം ശരിയാണ്. മഴ പെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ്. ചറപ്പറ 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 നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ പിന്നെ നവാസിന്റെ ആ ഉത്തരത്തിൽ പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല. നവാസിനോടുള്ള 3-മത്തെ ചോദ്യം: വെള്ളത്തിൽ ജീവിക്കുന്ന 5 ജീവികളുടെ പേരെഴുതുക. നവാസിന്റെ ഉത്തരം ഇതാണ്: 3 മീനും 2 തവളയും. അപ്പൊ മൊത്തത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന 5 ജീവികളുടെ പേര് കിട്ടിയല്ലോ. അടുത്ത ചോദ്യം: പാലക്കാട് വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൃഗം. ഉത്തരം: വീരപ്പൻ. ഈ ഉത്തരപേപ്പറൊക്കെ കാണാൻ വീരപ്പൻ ജീവനോടെ ഇല്ലാത്തത് ഭാഗ്യം. നമ്മൾ കാണാൻ പോകുന്ന ആൻസർ ഷീറ്റിന്റെ ഉടമ CP ശബരി പത്തിയെ. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശബരിയുടെ ഉത്തരങ്ങൾ കാണാം. ആദ്യത്തെ ചോദ്യം: കടൽ പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ശബരിയുടെ ഉത്തരം: പാമ്പിനെ എടുത്ത് നക്കി നോക്കിയാൽ മതി, ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പാണ് എന്ന്. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അത് വളരെ മികച്ചൊരു മാർഗമാണ്. കടൽ പാമ്പിനെ തിരിച്ചറിയാനുള്ള 100% പ്രൂവ്ഡായ സയന്റിഫിക് മാർഗം തന്നെയാണത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മികച്ച ഉത്തരം കാണാം. അടുത്തതായി ശബരിയോട് ചോദിച്ചത് മണിപ്രവാളം എന്നാൽ എന്താണ് എന്നാണ്. അതിനുള്ള അവന്റെ ഉത്തരമാണ്: പരീക്ഷാ ഹാളിലേക്ക് കയറാനുള്ള മണി എടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വെപ്രാളമാണ് അത്രേ മണിപ്രവാളം. സത്യത്തിൽ അതൊരു ഭാഷയാണ്, പക്ഷെ ശബരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയാണ് ശരി. അതിൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേലിയിറക്കവും വേലിയേറ്റവും എന്നാൽ എന്ത്? വാസ്തവത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും എന്ന് പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായി ഭൂമിയുടെ സമുദ്രനിരപ്പിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ്. എന്നാൽ ശബരിയുടെ ഉത്തരം മറ്റൊന്നായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ഉത്തരം. ഒരാൾ തന്റെ പറമ്പിന്റെ അതിര് മറ്റൊരാളുടെ പറമ്പിലേക്ക് കയറ്റി വേലി കെട്ടുന്നു, അതാണ് വേലിയേറ്റം. എന്നിട്ട് മറ്റേ പറമ്പുകാരൻ ആളുകളെയും കൂട്ടി വന്ന് ആ വേലി ആകെ തല്ലിപ്പൊളിച്ചിറക്കുന്നത് വേലിയിറക്കവും. ടീച്ചർമാർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകിയ ശബരിക്ക് കയ്യടികൾ. അടുത്ത ചോദ്യം നമുക്ക് കാണാം. ഡ്രോ എ പ്ലാന്റ് സെൽ ആൻഡ് ഐഡന്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്സ്. അപ്പോൾ പ്ലാന്റ് സെൽ വരച്ചിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ് എന്ന് വെച്ചാൽ ചെടി, സെല്ല് എന്ന് വെച്ചാൽ കോശം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെല്ല് എന്ന് വെച്ചാൽ ജയിൽ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ചോദ്യം കണ്ടുകൂട്ടി വരച്ചു വെച്ച ഉത്തരം കണ്ടു നോക്കൂ. ശരിക്കും ഒരു ചെടിയെ ജയിലിനുള്ളിലാക്കി അങ്ങ് വരച്ചു. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജയിൽ കമ്പികളും വിൻഡോ ഇല്ലാത്ത ചുമരും.
വൈ എന്ന വാക്കുപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണ് ചോദ്യം. കുട്ടി ഒറ്റ വാക്കിൽ ചോദ്യത്തിന് ഉത്തരം അങ്ങ് എഴുതി വൈ. കാരണം വൈ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തുകൊണ്ട് എന്നാണല്ലോ. അപ്പോൾ അത് തന്നെ ഒരു ചോദ്യമായില്ലേ. അപ്പോൾ വൈ എന്ന വാക്ക് യൂസ് ചെയ്യുകയും ചെയ്തു, ചോദ്യം ചോദിക്കുകയും ചെയ്തു. തന്നിരിക്കുന്ന ചതുർഭുജങ്ങൾക്കൊക്കെ ഓരോ പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊതുവെ മാത്സ് ഒക്കെ പഠിക്കുന്നവർ ABCD PQRS അങ്ങനെയൊക്കെയാണ് പേര് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഈ കുട്ടി പേര് കൊടുത്തിരിക്കുകയാണ് ബോബ്, സാം, ടെഡിസൺ, കേറ്റ് എന്നൊക്കെ. ഇത് കുട്ടികളുടെ പേരിടൽ ചടങ്ങല്ല, മാത്സിന്റെ എക്സാം ആണ് എന്ന കുട്ടി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം നമുക്ക് കാണാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ A അതായത് ലെമാർക്സ് തിയറിയാണ് ശരിക്കുള്ള ഉത്തരം. ആ തിയറി എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നീളം കുറവുള്ള കഴുത്തുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു, നീളം കൂടുതലുള്ള കഴുത്തുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു. എന്നാൽ നീളം കഴുത്തുകളുള്ള ജിറാഫുകൾക്ക് മാത്രം മരത്തിലെ ഇലകളൊക്കെ തിന്ന് ജീവിക്കാൻ പറ്റി. നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളൊക്കെ ഭക്ഷണം കിട്ടാതെ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് നീളം കഴുത്തുകളുള്ള ജിറാഫുകൾ മാത്രം ബാക്കിയായി. അപ്പോൾ ബേസിക്കലി ഈ ചിത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലെമാർക്സ് തിയറിയെയാണ്. എന്നാൽ കുട്ടി ആ ഓപ്ഷൻസ് ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. കുട്ടി സ്വന്തമായി 5ാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ടാക്കി, ഓപ്ഷൻ E. ജിറാഫുകളൊക്കെ മനസാക്ഷിയില്ലാത്ത തെണ്ടികളാണെന്ന്. അതിപ്പോ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. ഒപ്പം നിന്നിരുന്ന ജിറാഫ് മരിക്കാനായിട്ടും അതിന് മുകളിൽ നിന്നുള്ള ഇലയൊന്നും എടുത്തു കൊടുത്തില്ല. നീളം കഴുത്തുണ്ടായിട്ടെന്താ, കുറച്ച് മനസാക്ഷി വേണ്ടേ? പണ്ടത്തെ കാലത്താണെങ്കിൽ പിന്നെ ബ്രിട്ടീഷ് ക്രീമുമില്ല. ബ്രിട്ടീഷ് ക്രീം ഉണ്ടായിരുന്നെങ്കിൽ ആ മരിക്കാനായ ജിറാഫിന് വെളുത്തിട്ട് പാറി മുകളിലുള്ള മരത്തിലെ ഇലകളൊക്കെ തിന്ന് ജീവിക്കാമായിരുന്നു. അടുത്ത ഉത്തര പേപ്പറിന്റെ ഉപജ്ഞാതാവ് K. പിഞ്ചുമോൻ 4A. മലയാളം പരീക്ഷയാണ്. അപ്പോൾ അതിന്റെ ചോദ്യം കാണാം. വാക്യത്തിൽ പ്രയോഗിക്കുക ഉരുളക്കുപ്പേരി. അതിന്റെ ഉത്തരമാണ് ഭക്ഷണം കഴിക്കാതിരുന്ന പിഞ്ചുമോന് അച്ഛൻ ഒരു ഉരുളക്ക് ഉപ്പേരി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. രണ്ടാമതായി വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് പൊട്ടിച്ചിരിക്കുന്നു. അതിന് പിഞ്ചുമോന്റെ ഉത്തരം സ്കൂൾ വിട്ടുവരുന്ന പിഞ്ചുമോന് തിന്നാനുള്ള ടൈഗർ ബിസ്ക്കറ്റ് മിന്നു പൊട്ടിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് കിംവദന്തി. കിംവദന്തി എന്ന് വെച്ചാൽ എന്താണെന്ന് പിഞ്ചുമോൻ അറിയില്ല. പക്ഷെ പിഞ്ചുമോന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവൻ എഴുതി പിഞ്ചുമോന് കിംവദന്തി എന്ന് വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയില്ല എന്ന്. പക്ഷെ ആ സെന്റൻസ് എഴുതിയപ്പോൾ തന്നെ കിംവദന്തി എന്നവൻ വാക്യത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞല്ലോ. എന്തായാലും വെറും ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി അല്ല അവന്. ഇവിടെ ഈ പരീക്ഷയിലെ ചോദ്യം കാണാം. ഗോബർ ഗ്യാസ് എന്നാൽ എന്താണ്? അത് വിവരിക്കണം. അപ്പോൾ ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബയോഗ്യാസ് ആണ്. അതാണ് വിവരിക്കേണ്ടത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോദ്യം ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ ഗോബർ എന്ന് പറഞ്ഞാൽ പശു എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ കുട്ടി എഴുതി വെച്ചു ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പശു ചാണകം ഇടുമ്പോൾ വരുന്ന ഗ്യാസ് ആണെന്ന്. എന്നിട്ട് വിവരിക്കാൻ പറഞ്ഞതിന് അവൻ കൃത്യമായി അത് വരച്ചു വെച്ച് വിവരിച്ചിട്ടുണ്ട്. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പൂരത്തിന് വന്ന ആനയുടെ ചിത്രമൊക്കെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷെ അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും അതെന്താണെന്ന്. ബയോളജി എക്സാമിലെ ചോദ്യം കാണാം. ഏത് സ്റ്റേജിലാണ് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്തായി ലൈനപ്പായി വരുന്നത് എന്ന്. അപ്പോൾ വിദ്യാർത്ഥിക്ക് അതിനുള്ള ഉത്തരം അറിയില്ല. പക്ഷെ അവൻ തന്ത്രശാലിയാണ്. എന്നിട്ട് അവൻ എഴുതി വെച്ച ഉത്തരമാണ് ഇറ്റ്സ് എ സീക്രട്ട് എന്ന്. അതൊരു രഹസ്യമാണത്രേ. രഹസ്യം പിന്നെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ടീച്ചർ എന്തായാലും ഉത്തരം കണ്ട് സർപ്രൈസ് ആയി കേട്ടോ. ഒരു വിവാഹ ബന്ധം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിലനിർത്താം എന്നാണ് അടുത്ത ചോദ്യം. അതിനവന്റെ ഉത്തരമാണ് നിങ്ങളുടെ ഭാര്യയെ കാണാൻ ഒരു വേസ്റ്റിലോറിയെ പോലെ ഉണ്ടെങ്കിലും അവളെ കാണുമ്പോൾ നീ നല്ല സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വിവാഹബന്ധം നിലനിർത്താനത്രേ. സംഭവം നല്ല ടെക്നിക്കായിരിക്കാം, ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാം. പക്ഷെ ഇതിലും നല്ലതാ വിവാഹം കഴിക്കാതിരുന്നാ പോരെ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉള്ള ഒന്നാണ്. പേഴ്സണലി എന്റെ ജീവിതത്തിൽ സംഭവിച്ചതുമാണ്. സംഭവം എന്താണെന്നാൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഉത്തരം ശരിയുമാണ്. പക്ഷെ ചെയ്ത ഫോർമുല ശരിയല്ല. അതെങ്ങനെയാണ് ചെയ്തത് എന്ന് അവന് പോലും അറിയില്ല. പക്ഷെ ഉത്തരം ശരിയാണ്. അത് കണ്ട് ടീച്ചർ തന്നെ സർപ്രൈസ്ഡ് ആയ ടീച്ചറും അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് എങ്ങനെ ഈ ഉത്തരം കിട്ടിയെന്ന് എനിക്കറിയില്ല. നീ തെറ്റായ ഫോർമുലയാണ് യൂസ് ചെയ്തത്. പക്ഷെ നിനക്ക് കിട്ടിയ ഉത്തരം ശരിയാണ് എന്ന്. ഇവിടെ ഒരു ബയോളജി ടെസ്റ്റിന്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എക്സാം ഇട്ട് ടീച്ചർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെ കുട്ടികൾ ABCD ഓപ്ഷനിൽ നിന്ന് ഓരോന്ന് തിരഞ്ഞെടുത്ത് ഉത്തരമൊക്കെ എഴുതി. പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലായത് ടീച്ചർ ആളൊരു കില്ലാടിയായിരുന്നു എന്ന്. കാരണം എല്ലാ ചോദ്യത്തിന്റെ ആൻസറും ഓപ്ഷൻ B ആയിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് കാണാം. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു നായയെ അടിക്കുന്നതാണ് ചിത്രം. എന്നിട്ട് അവിടെ ആ സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസിലുണ്ട് ഫിറ്റ്, ഹിറ്റ്. ശരിയായ ഉത്തരം ഹിറ്റ് എന്നാണ്. കാരണം നായയെ അടിക്കുകയാണല്ലോ.
പക്ഷെ കുട്ടി 2 ഓപ്ഷനും തിരഞ്ഞെടുത്തില്ല. അവൻ പുതിയതായി ഒരു ഓപ്ഷൻ എടുത്തങ്ങ് എഴുതി പെറ്റ് ദ ഡോഗ്, അതായത് നായയെ തലോടി എന്ന്. എന്നിട്ട് അവൻ അതിനുള്ള കാരണവും എഴുതി വെച്ചിട്ടുണ്ട്, നായകളെ ഒരിക്കലും അടിക്കരുത് എന്ന് പറഞ്ഞ്. ഇവനെ പോലെയുള്ള ഇതുപോലുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ നാടൊക്കെ എന്ന് നന്നായനെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.